ഹലോ, നമുക്കിന്നൊരു വെഡ്ഡിങ് മേക്കപ്പ് കണ്ടാലോ? തൃശ്ശൂരാണ് പ്ലേസ് വരുന്നത്. വെഡ്ഡിങ് വരുന്നത് 12-നാണ്. നമ്മളൊരു 8 ഒക്കെ ആയപ്പോഴേക്കും ഹോട്ടലിലെത്തി. ഹയാത്തിൽ വെച്ചിട്ടായിരുന്നു മേക്കപ്പ് പറഞ്ഞിരുന്നത്. അധികം താമസിയാതെ തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ലെഹങ്കയാണ് വർഷ ചൂസ് ചെയ്തിരുന്നത്. എയർ ബ്രഷ് മേക്കപ്പാണ് വർഷ ചൂസ് ചെയ്തിരുന്നത്. ഒരു ഹിന്ദു ബ്രൈഡാണ് വർഷയെങ്കിലും ഒരു ലെഹങ്കയിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ ആ ഒരു സ്റ്റൈലിലാണ് പറഞ്ഞിരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു മേക്കപ്പ് ഫീൽ തന്നെയാണ് ചോദിച്ചിരുന്നതും. കുറച്ച് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നതെല്ലാം എയർ ബ്രഷിൽ കവറായിട്ടുണ്ട്. കുറച്ചൊരു ചബ്ബി ഫേസ് ആയിരുന്നതുകൊണ്ട് നമ്മൾ നന്നായി തന്നെ വർഷയ്ക്ക് കോണ്ടൂറൊക്കെ ചെയ്തിരുന്നു. ഐസൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്ലിറ്ററൊക്കെ കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ലെൻസൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്തത്. ഒത്തിരി കളർ ആഡ് ചെയ്യാതെ ഗ്ലിറ്ററിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഐ മേക്കപ്പ് ഹൈലൈറ്റ് ചെയ്തത്. കാരണം വർഷ ചൂസ് ചെയ്തിരുന്നത് ലിപ്സ്റ്റിക്ക് വളരെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല റെഡ് ഷെയ്ഡ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് ലിപ്പ് പോയത്. അതുകൊണ്ട് ഒത്തിരി കളേഴ്സ് നമ്മൾ ഐസിൽ ആഡ് ചെയ്തിട്ടില്ല. ഏത് ടൈപ്പ് മേക്കപ്പ് വേണമെന്നുള്ളതിനെക്കുറിച്ച് വർഷയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇതാണ് വർഷയുടെ ഫേസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും നല്ലൊരു ഐ മേക്കപ്പും കൊടുത്ത് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. വർഷ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ മേക്കപ്പ് ലുക്ക് പോയിരിക്കുന്നത്. വർഷ മിറർ കാണാൻ പോകുന്നതേ ഉള്ളൂ. വർഷ വളരെ ഹാപ്പി ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ഫുൾ ഓൺ മേക്കപ്പ്. ആൾ ഉദ്ദേശിച്ചതുപോലെയുള്ളൊരു ലുക്ക് കിട്ടിയതിൽ ആൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതാണ് വർഷയുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. നമ്മുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. കാരണം ഹെയർ ജസ്റ്റ് അഴിച്ചിട്ടാൽ മതി, നന്നായി അയൺ ചെയ്ത് ഒരു എക്സ്റ്റൻഷൻ വെച്ച് ജസ്റ്റ് അഴിച്ചിട്ടാൽ മതി എന്നാണ് വർഷ പറഞ്ഞിരുന്നത്. വർഷ ഉദ്ദേശിച്ച ആ ഒരു ലുക്കിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ വേറൊരു രസകരമായ കാര്യമുള്ളത്, വർഷയ്ക്കും ഫിയാൻസിക്കും കല്യാണം കഴിഞ്ഞിട്ട് സെയിം ഡേ നൈറ്റ് തിരിച്ച് ദുബൈക്ക് പോകാനുള്ളതാണ്. രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേർക്കും ലീവില്ലാതിരുന്നത് കൊണ്ട് അവർ ഓടി വന്നൊരു കല്യാണം കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.